ഹായ് ഗൈസ്, വർക്കൗട്ട് ചെയ്യാൻ രാവിലെ ആയിരിക്കോ അത് വൈകുന്നേരം ആയിരിക്കോ ബെറ്റർ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന സമയമുണ്ടല്ലോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്നത് മോർണിംഗ് സെഷൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബെനിഫിറ്റ്സ് പറഞ്ഞിരട്ടെ. ഫസ്റ്റ് വൺ, ഫാറ്റ് ബേൺ. അതായത് നമ്മൾ വണ്ണം കുറയ്ക്കാനും അതുപോലെ ലൂസ് ഫാറ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്നത് ബെറ്റർ ആണ് കേട്ടോ. കാരണം നമ്മൾ വെറും വൈറ്റിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റ് ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് ബേൺ ആവാനുള്ള ചാൻസ് കൂടുതലെന്നാണ് പഠനങ്ങൾ പറയുന്നത്. സെക്കൻഡ് ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മൂഡ് ബൂസ്റ്റർ. അതായത് നമ്മൾ രാവിലെ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്കുള്ളിൽ എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഈ ഹോർമോൺ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഉന്മേഷത്തോടെ നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹോർമോൺ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യും, നമ്മൾ ആ ഓൾ ഡേ ഭയങ്കര ഉന്മേഷത്തോടെ ആക്റ്റീവ് ആക്കിയൊക്കെ നിർത്താൻ സഹായിക്കും. മൂന്നാമത്തത് കൺസിസ്റ്റൻസി. എന്തൊരു പരിപാടിക്ക് ഇറങ്ങിയാലും നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം അല്ലെ, എന്നാലേ അതിന് പ്രോപ്പർ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ രാവിലെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് ആ ഒരു സെഷൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള ഡേയിൽ നമ്മൾ ബിസി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വർക്കൗട്ട് സെഷൻ സ്കിപ്പ് ആവില്ല. അതുകൊണ്ട് തന്നെ രാവിലെ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ഇനി ഈവനിങ് സെഷന്റെ കാര്യം പറയട്ടെ. ഈവനിങ് സെഷൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബെനിഫിറ്റ് പെർഫോമൻസ്. അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒക്കെ കമ്പാരിറ്റീവ്ലി രാവിലെ വെച്ച് അപേക്ഷിക്കുമ്പോഴത്തേക്കും എന്താണ് ഹൈ ലെവലിലായിരിക്കും നമ്മുടെ ബോഡി ടെമ്പറേച്ചറും അതുപോലെ ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ. അതുകൊണ്ട് തന്നെ ഹാർഡ് കോർ എക്സസൈസും വർക്കൗട്ടുകളൊക്കെ കൂടുതലും ഈവനിങ് സെഷനിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. രണ്ടാമത്തത് സ്ട്രെസ് റിലീഫ്. നമ്മുടെ ആ ഓൾ ഡേ ജോബിനും അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മൈൻഡ് ഒക്കെ കുറച്ചുകൂടി ക്ലിയർ ആവാനും സ്ട്രെസ് റിലീഫ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ജോലിയിൽ ഉണ്ടായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈവനിങ് സെഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. മൂന്നാമത്തത് അവോയ്ഡ് ഓവർ ഈറ്റിംഗ്. അതായത് നമുക്ക് രാത്രി അമിതമായിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ താല്പര്യം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഓവർ ഈറ്റിംഗ് നമ്മൾ കുറയ്ക്കും ഈ ഈവനിങ് സെഷൻ വർക്കൗട്ട് ചെയ്യുന്നവർ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ്. ദിവസം ഒരു നേരം വർക്കൗട്ട് ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. രാവിലെ വേണോ വൈകുന്നേരം വേണോ എന്ന് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. Until the next video, stay happy and healthy. Bye.